എന്താണ് വിൻസി പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ഐ നീഡ് ടു സേ താങ്ക് യു കോമ്പറ്റേറ്റീവ് ക്രാക്ക. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ആഡ് കണ്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ദിസ് മൈ 7th attempt ആക്ച്വലി. ബിഫോർ ഞാൻ വേറെ 2 ഇൻസ്റ്റിറ്റ്യൂഷനിൽ കോച്ചിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഹെൽപ്ഫുള്ളായി തോന്നിയിട്ടുള്ളത് ഒരു ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു 125 ഡേയ്സിൻ്റെ ഒരു ഷെഡ്യൂൾ തന്നിരുന്നു. അതാണ് ഞാൻ ഫോളോ ചെയ്തിരുന്നത് ആക്ച്വലി. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത്, ഒരിക്കലും ഫോഴ്സ് ചെയ്യുന്നില്ല. യു നീഡ് റിസൾട്ട്, പക്ഷെ എന്നിരുന്നാലും അത് നമ്മളെ മേലെ ഇമ്പോസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ വേണം ഇത്ര റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നില്ല. ഒരു വളരെ ചെറിയ കുട്ടികളെ ക്ലാസ് എടുക്കും പോലെ എല്ലാ കാര്യങ്ങളും, ഈവൻ എനിക്ക് മാത്സ് ഒക്കെ വരുമ്പം ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ മാത്സിൻ്റെ ടീച്ചർ നെയിമും എനിക്കറിയില്ല, ഓൺലൈനാണ് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നത്. മിസ് ഭയങ്കര കുറേ സമയം നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള മാത്സ് പോലും വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ മാം വിത്തൗട്ട് എനി റിലക്റ്റൻസ് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വിദ്യ മാം, പേരെന്തായാലും എത്തിയിട്ടില്ല ആക്ച്വലി ഐ എം ഹിയർ ടു മീറ്റ്. ഏത് സമയം, അതൊരു മിഡ് നൈറ്റ് ആയാൽ പോലും എന്ത് ഡൗട്ട്സ് ആയാലും മാം അപ്പോൾ പറയും. ഇപ്പം ക്ലാസ്സിൻ്റെ ഇടയിലായാലും ഒരുപാട് ഡിസ്കഷൻസ് വരുമ്പോഴൊക്കെ മാം എപ്പോഴും ചെറിയ കുഞ്ഞുങ്ങളെ ക്ലാസ് എടുക്കും പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ഷിബിൻ സർ, ആൽഫിൻ സാറ് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. സാറിൻ്റെ മൈൻഡിൽ ഒരു ആൻസർ ഉണ്ടാവും. സാർ അതെത്തുന്നവരെ നമ്മളോട് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവും. എനിക്ക് ഇന്നലെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായി. അപ്പോൾ ഇതേപോലെ അവിടെ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ആ ഒരു ഓർമ്മയിൽ എനിക്ക് പറയാൻ വേണ്ടി സാധിച്ചിരുന്നു. പിന്നെ കുറച്ച് നമ്മളൊന്ന് ഡിറ്റർമിനേഷനോട് കൂടി ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായാൽ ഇതേപോലെ നമ്മളെ തന്നെ ഇങ്ങനെ ദൈവം കാണിക്കും ഓരോരോ എവിടെ ചൂസ് ചെയ്യണം, ഏതാണ് വേണ്ടതെന്ന്. അങ്ങനെ എനിക്ക് കണ്ടെത്തി CC. അതിൽ നിന്ന് ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ നെറ്റ് ക്വാളിഫൈഡ് ആവാൻ പറ്റി. 7th അറ്റംപ്റ്റിലാണ് ഫൈനലി ഐ റീച്ച്ഡ്. താങ്ക് യു.